ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, പരിവർത്തനത്തിന്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ, അതായത് സ്വഭാവഹത്യ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ മഹാനടൻ, ആ മഹാനടൻ ആരാണെന്ന് നമുക്കറിയാം. ലാലേട്ടൻ, ഞാൻ തുറന്നു തന്നെ പറയാം, ലാലേട്ടനുമായിട്ട് തന്നെ ഇവർക്ക് ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. നമസ്കാരം. അവസാനം അൻസിബ ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. അതായത് ശ്വേതാ മേനോൻ എതിരായിട്ടും നമ്മുടെ ലക്ഷ്മിപ്രിയക്കെതിരായിട്ടും ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്മിപ്രിയ ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഖാൻ ചാനൽ മീഡിയ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഈ ഇൻസ്റ്റ പേജിന് വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നടത്തിയിരുന്നത്. അൻസിബയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ട് പിന്നെ അവിഹിതമുണ്ടോ എന്നും ഞാൻ കയ്യോടെ പൊക്കി എന്ന് തുടങ്ങി. അൻസിബ മദ്യപാനിയാണ്, ഞാനാണ് മദ്യം വാങ്ങിച്ചു കൊടുത്തത്, ഞാനാണ് അതിന്റെ ബില്ല് വരെ പേ ചെയ്തത് എന്ന് തുടങ്ങിയിട്ട ആരോപണം. അതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് പോയി കാണാം. ഇതിനി അത് അറിഞ്ഞൂടാണെങ്കിൽ ഇതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇടയ്ക്ക് വെച്ച് തരാം, എന്താണ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതിനെതിരായിട്ടും ഇതിന്റെ എല്ലാത്തിന്റെയും ഗൂഢാലോചന നടത്തിയത് മറ്റാരുമല്ല, ശ്വേതാ മേനോനാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തിയതും PR വർക്കിന് ഏൽപ്പിച്ചതും എന്ന് തുടങ്ങി എന്നെ മേത്തച്ചിയാക്കി എന്ന് തുടങ്ങിയ ഒരു വലിയൊരു പോസ്റ്റും അൻസിബ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത എന്താണെന്ന് കേൾക്കാം. നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. ഖാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, അമ്മയിലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അൻസിബയുടെ പുതിയ പരാതിയുടെ അടിസ്ഥാനം, അതിന്റെ കാരണം, സാഹചര്യം എന്താ? ഈ ഖാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ചേർന്ന വ്യക്തിവൈരാഗ്യം കാരണം വ്യാജ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരമൊരു ചാനലിന് ഇത്തരമൊരു ഇൻസ്റ്റഗ്രാം പേജിൽ അഭിമുഖം കൊടുക്കുകയും അത് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിയുമായി ചേർന്ന് പ്രചരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. അതായത് ശ്വേതാ മേനോൻ ഇതൊരു PR ഏജൻസിക്ക് കൊടുത്തു. അൻസിബയെ എങ്ങനെയെങ്കിലും മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു PR ഏജൻസിക്ക് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ലക്ഷ്മിപ്രിയ വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ, നട്ടാക്കുരുക്കാത്ത ഒരു കള്ളം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കള്ളം പറഞ്ഞത് എന്നാണ് അൻസിബ പറയുന്നത്. അതായത് കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗിൽ ഇറങ്ങി വന്ന് ബാബുരാജ് ആയിക്കോട്ടെ, അൻസിബ ആയിക്കോട്ടെ, നീന കുറുപ്പ് ആയിക്കോട്ടെ, അങ്ങനെ പലവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. പലയിടത്തും ഈ പറയുന്ന എന്താണ്, PR ഏജൻസീസിന് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞു. അപ്പം ഇനി നമുക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് ഈ ശ്വേതാ മേനോനുണ്ടായ നാണക്കേട് എല്ലാവരും പറയുന്നുണ്ട്. അൻസിബ ചോദിച്ച ക്വസ്റ്റ്യനിന് ഒന്നിന് പോലും ആൻസർ ചെയ്യാൻ പറ്റാതിരുന്ന ശ്വേതാ മേനോൻ അവസാനം പക തീർക്കുന്നത് ഇതുപോലുള്ള നാണം കെട്ട നാറിയ കളിച്ചുകൊണ്ടാണ് എന്നാണ് അൻസിബ പറയുന്നത്. അതിന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് മറ്റാരെയുമല്ല, എന്തിനും വാവിട്ട കോടാലി പോലെ, എന്താണ്, എന്തും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നമ്മുടെ ആരാണ്, ലക്ഷ്മിപ്രിയ എന്നുള്ളതാണ്. ഇനി അൻസിബ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഒരു ചെറിയ ഭാഗമാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അൻസിബയ്ക്ക് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഞാനാണ് ബില്ല് പേ ചെയ്തത്. വെളുപ്പാങ്കാലം 4 മണിക്ക് അൻസിബയുടെ റൂമിൽ ഒരു അന്യ പുരുഷനെ കണ്ടു, ഞാൻ വന്ന് ബെല്ലടിച്ചപ്പോൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ വ്യക്തിഹത്യയാണ്, സ്വഭാവ ദൂഷ്യമുള്ള
ഒരു പെൺകുട്ടിയായിട്ട് ചുറ്റി ഇവിടെ ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് സത്യം പറഞ്ഞ 5 വയസ്സ് വരെ വിവരമില്ല. ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ആരോപണം മുഴക്കുമ്പോൾ ഇതുപോലൊക്കെ ഭയങ്കര സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. കണ്ടെങ്കിൽ താങ്കളെ തെളിവ് വേണം, മനസ്സിലായി? അതാ പക്ഷെ അങ്ങനെ കണ്ടെങ്കിൽ ഇത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. താങ്കളുടെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. അപ്പൊ ഇതായിരുന്നു സംഭവം. ഇതിനെതിരെ നമ്മുടെ അൻസിബ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഒരു പോസ്റ്റ്, ഇതാണ് ആ പോസ്റ്റ്. എന്റെ ഓരോ തരിയിലും കത്തിയെരിയുന്ന ഈ വേദനയ്ക്ക് വാക്കുകളില്ല. ആദ്യം മേത്തച്ചിയാക്കി, പിന്നെ ജിഹാദിയാക്കി, പരിവർത്തനത്തിന്റെ പേരിൽ എന്നെ ഒറ്റപ്പെടുത്തി. ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. ഓക്കെ, ജനപ്രതിനിധി മുതൽ പലരും ഇതിന് കൂട്ടുനിന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ജനപ്രതിനിധിയുടെ മകൻ എനിക്ക് അയച്ച സന്ദേശം മാത്രം ബാക്കി, തളരരുത്. ഇത് ഏത് ജനപ്രതിനിധി ആണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആളാണോ എന്നറിയത്തില്ല. ഇതിനെല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ലാസ്റ്റ് അൻസിബയ്ക്ക് ഒരു മെസ്സേജ്, തളർന്നു പോകരുത് എന്നുള്ളത് ആക്കിക്കൊണ്ടായിരിക്കാം. ഓക്കെ, ചാരുകസേരയിൽ ഇരുന്ന് അവർ എന്റെ സ്വഭാവഹത്യ നടത്തി. ചാരുകസേരയിൽ ഇരുന്ന് അവർ എന്റെ സ്വഭാവഹത്യ നടത്തി. മഹാനടൻ മുതൽ സഹപ്രവർത്തകർ വരെ, അതായത് സ്വഭാവഹത്യ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ മഹാനടൻ. ആ മഹാനടൻ ആരാണെന്ന് നമുക്കറിയാം. ലാലേട്ടൻ. ഞാൻ തുറന്നു തന്നെ പറയാം, ലാലേട്ടനുമായിട്ട് തന്നെ ഇവർക്ക് ഈ ഒരു സംഭവം അവിഹിതമുണ്ട് എന്ന് പലപ്പോഴായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടെ ഈ മഹാനടൻ എന്ന് ഉദ്ദേശിച്ചത്. സഹപ്രവർത്തകർ വരെ. അവസാനം എന്റെ രണ്ടാം അച്ഛന്റെ പേരിൽ പോലും എന്നെ തേജോവധം ചെയ്തു. ഇപ്പോൾ സുഹൃത്തുക്കളിലേക്കും ആ ക്രൂരമായ വിരലുകൾ നീളുന്നു. ഇപ്പോൾ സുഹൃത്ത്, അതായത് ഈ ലക്ഷ്മിപ്രിയ അതിൽ ഉദ്ദേശിച്ച് പറഞ്ഞ വ്യക്തി എന്റെ സുഹൃത്താണ്. ആ സുഹൃത്തിലും കൂടി ചേർത്ത് നിർത്തി പറയും. അതായത് മഹാനടൻ ആയിക്കോട്ടെ, സുഹൃത്ത്, മഹാനടൻ, പിന്നെ സഹപ്രവർത്തകർ, എന്നോട് അഭിനയിച്ച മഹാനടനെ കുറിച്ച് പിന്നീട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എന്റെ സഹപ്രവർത്തകരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇപ്പം അത് സുഹൃത്തുക്കളിലേക്കും കൂടി പോകുന്നു എന്നുള്ളതാണ്. കൂടെ പിറന്ന 4 സഹോദരങ്ങൾ കൂടി എനിക്കുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് 4 സഹോദരങ്ങൾ കൂടിയുണ്ട് എന്ന ചിന്ത പോലും അവർക്ക് എന്നെ തകർക്കാൻ തടസ്സമായില്ല. മനസ്സിലായോ? ഇത് കേൾക്കുമ്പോൾ എന്റെ കുടുംബത്തിന് എന്താണ് ഉണ്ടാകുന്നത്, എന്റെ സഹോദരിമാർ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങൾ എന്ത് വിചാരിക്കും എന്ന് പോലും ചിന്തിക്കാതെയാണ് എന്നെ കുറിച്ചുള്ള ഈ ഒരു ദുഷ്പ്രചരണം അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയത് എന്നാണ് അൻസിബ പറയുന്നത്. ലക്ഷങ്ങൾ ഒഴുക്കി PR ഏജൻസികളെ കൊണ്ട് അവർ എനിക്കെതിരെ ഗൂഢാലോചന മെനയുന്നു. മുമ്പേ ഇവര് പറഞ്ഞതാണ് ലക്ഷങ്ങൾ മുടക്കി. ആ ലക്ഷങ്ങൾ മുടക്കിയത് മറ്റാരുമല്ല, ശ്വേതാ മേനോൻ ആണെന്നാണ് അൻസിബ പറയുന്നത്. മനസ്സിലായോ? എന്നെ പറയുന്നു, ഇനിയും അവർ ആക്രമിക്കും, ഇനിയും അവർ എന്നെ വേട്ടയാടും, എനിക്കറിയാം. പക്ഷെ എന്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ വായുവിൽ അലയുന്നുണ്ട്. എന്റെ സംഘടനയിൽ ഞാൻ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനൊന്നും ഇതുവരെയായിട്ട് ഒരു മനുഷ്യർ പോലും ഉത്തരം തന്നിട്ടില്ല എന്നുള്ളതാണ്. അവ എന്നേക്കുമായി മൗനമാക്കപ്പെടില്ല. അത് എന്നേക്കുമായി ഉത്തരമില്ലാതെ മൗനമായി പോകില്ല. എന്നെങ്കിലും അതിനൊരു ഉത്തരം കിട്ടുമെന്നാണ് അൻസിബ പറയുന്നത്. ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പൊരുതാൻ തീരുമാനിച്ചത് എന്റെ ഒടുവിലത്തെ ആശ്രയം ഈ രാജ്യത്തിന്റെ നിയമം മാത്രമായതുകൊണ്ടാണ്. എന്റെ ജീവൻ പോലും അപകടമാണെന്ന് പോലും അറിഞ്ഞിട്ട് പോലും ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത് എന്റെ ഇവിടുത്തെ നിയമവ്യവസ്ഥയിലുള്ള ആ ഒരു ഉറപ്പാണ്, ആ ഒരു ധൈര്യമാണ്. നീതി പുലരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ ക്രൂരതകൾക്കെതിരെ ഞാൻ ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഈ ഇരുളിലും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ നീതിയിലുള്ള വിശ്വാസം മാത്രമാണ്. സ്നേഹത്തോടെ അൻസിബ ഹസൻ. ഇതാണ് അൻസിബ ഹസൻ കുറിച്ച പോസ്റ്റ്. അതായത് ഇവിടെ ജയിക്കാൻ വേണ്ടി, തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുന്ന വാക്കുകളാണ്. മനസ്സിലായോ? വിളിച്ചു പറയുന്ന വാക്കുകളാണ്. നമ്മുടെ സജന നൂറിനെ പോലെ, സജന നൂർ ഇതുപോലെയാണ് തന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അതുപോലെ ഇവിടെ വന്ന ഒരു പെൺകുട്ടിയുടെ നേരെ അങ്ങ് വിളിച്ചു പറയണം, നീ മദ്യപിക്കും, ഞാനാണ് വാങ്ങിച്ചത്, നിന്റെ റൂമിൽ മറ്റേരുണ്ടായിരുന്നു, അവരുടെ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കെന്താ എന്നുള്ളതാണ്. എന്റെ റൂമിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാനും പെൺകുട്ടിയും മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് രണ്ടും കൺസെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഈ പറയുന്ന ഒരു വേവലാതിയും വേണ്ട. പിന്നെ വേവലാതിപ്പെടാം ആർക്ക്? അവരുടെ അമ്മയ്ക്കോ അവരുടെ സഹോദരങ്ങൾക്കോ വേണ്ടി വേവലാതിപ്പെടാം. ഇനി എന്റെ റൂമിൽ പെണ്ണുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു പെണ്ണിന്റെ റൂമിൽ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അഭിഹിതമായി ചിത്രീകരിക്കുന്നത്? മനസ്സിലാവില്ല. ഞാൻ അവിടെ അതിനകത്ത് പോയപ്പോൾ കട്ടിലിൽ നിന്ന് എണീറ്റിരുന്നു എന്നാണ് പറഞ്ഞത്. ചെന്നപ്പോൾ കട്ടിലിൽ നിന്ന് അതായത് കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് അവിടെ
ലക്ഷ്മി പറഞ്ഞത് കട്ടിൽ കിടക്കുകയായിരുന്നു, ഞാൻ ഇന്നിപ്പോ അവൻ എണീറ്റിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം എന്താ? അതിന് എന്താണ് അവരുടെ പിന്നെ ഉദ്ദേശം എന്താണ്? മറ്റൊന്നുമല്ല, അൻസബയും ഇവരുമായിട്ട് അവിഹിതം ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് എന്തെന്ന് പറഞ്ഞു, സഹോദരനാണെന്ന് പറഞ്ഞു. ഈ രാത്രിയിൽ എന്തിനാണ് ആ സഹോദരൻ അവിടെ പോയി? ഇത്രയും പ്രായമുള്ള സഹോദരന്മാർ എന്തിനാണ് ഒരു റൂം എടുത്ത് പിന്നീട് ഇരിക്കുന്നത്? അതായത് സഹോദരി സഹോദരന്മാരെന്ന റൂം എടുത്ത് ഇത് മറ്റേതിനോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ റൂം എടുത്ത് എന്ന് പറയാൻ ഉളുപ്പില്ലാതെ വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നീ ഓർത്തില്ല ഇത് 8ന്റെ പണി. ഇത് 8ന്റെ പണി. മറ്റതുപോലെ ഇതിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ സ്വാധീനം കൊണ്ട് തള്ളിക്കളഞ്ഞില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ അൻസിബയ്ക്ക് ഇട്ട് കൊടുത്തൊരു വടിയാണ്. നിങ്ങൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അൻസിബയ്ക്ക് ഇട്ട് കൊടുത്തൊരു വടിയാണ് ഇത്. ഈ ഒരു റീൽ വന്നതിന് ശേഷം 4 മണിക്ക് ഇതിന്റെ ഫുൾ വെർഷൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റീല് വന്നത്. ബട്ട് ഇതുവരെയായിട്ടും ഞാൻ നോക്കിയപ്പോൾ, ഞാൻ വീഡിയോ ചെയ്തതിന് തൊട്ട് നോക്കിയപ്പോൾ അത് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി അത് പബ്ലിഷ് ചെയ്യുമെന്ന് എനിക്ക് ഡൗട്ടാണ്. നോക്കാം എങ്ങനെയാണ്. കാരണം ഇത് ചെറിയ കേസല്ല, ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കേസാണ്. മറ്റൊരു പെൺകുട്ടിയെ ഒരു തെളിവുമില്ലാതെ അവൾ മോശപ്പെട്ട സ്ത്രീയാണ്, അവൾ ആണുങ്ങളെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ആണുങ്ങളുമായിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സ്ത്രീയാണ്, അവൾ ഒരു മോശപ്പെട്ട സ്വഭാവക്കാരിയാണ്, അവൾ മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് അങ്ങ് തള്ളി അടിക്കുക, അങ്ങ് വെറുതെ അടിക്കുക. അപ്പൊ അതിനുള്ള ഒരു കിടിലമായിട്ടുള്ള ഒരു കേസ് തന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ അൻസിബ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ലക്ഷ്മിപ്രിയ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്നിട്ട് ലക്ഷ്മിപ്രിയ അതിനകത്ത് പറയുന്നുണ്ട് നീ തെളിയിക്കണമെന്ന്. അതിനകത്തൊരു പുരുഷൻ ഉണ്ടായിരുന്നില്ല എന്ന് നീ എന്തിന്? 5 വിവരം വേണം. നമ്മളൊരു കാര്യം ജയിക്കാൻ വേണ്ടി പറയാൻ വിവരം വേണം. മനസ്സിലായോ? ഈ പൈസ കൊടുത്ത് PR കൊടുത്ത് എത്രയൊക്കെ കോടികൾ മുടക്കിയാലും ഇവിടെ വന്ന് ഇതുപോലുള്ള ഒരു തെളിവുമില്ലാതെ വന്നിരുന്നു കൊണ്ട് ഇനി നിങ്ങൾ ആ പുരുഷൻ ഏതാവട്ടെ അവൻ ആ റൂമിനകത്ത് കയറി പോയെന്ന് പറഞ്ഞാലും പോലും അവർ തമ്മിൽ അവിഹിതമാണ്, അവർ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയത് അബദ്ധം. മനസ്സിലായോ? തൊപ്പിയിട്ടു നിങ്ങൾ അവിടെയൊക്കെ കയ്യിട്ട് വാരിയ പറ്റിച്ച കുറെ കോടികൾ കുറെ ലക്ഷങ്ങൾ നിങ്ങളും ഈ പറയുന്ന ശ്വേതാ മേനോൻ താങ്കളും കൊണ്ടും പറ്റിച്ചെന്നാ പറയുന്നത്. അപ്പൊ അത് വെളിച്ചത്ത് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയെങ്കിലും ഏത് രീതിയിലും എന്ത് ചെയ്യണം, അൻസിബയെ എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കണം. അതിനു വേണ്ടിയിട്ട് PR പണം കൊടുത്ത് ചെയ്യുന്ന ഈ വൃത്തികെട്ട പരിപാടി, നാണം കെട്ട നെറികെട്ട പരിപാടിക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് തന്നെ വരും. ദൈവം അതിന് നിങ്ങൾ നല്ല ശിക്ഷ തരിക തന്നെ ചെയ്യണം. എപ്പോഴും ഞാൻ കുലസ്ത്രീയാണ്, തേങ്ങ മാങ്ങയാണെന്ന് പറയാൻ താങ്കൾ തന്നെയാണ് പറയുന്നത്. ഈ ഉളുപ്പില്ലാത്ത വാക്കുകൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് വിവാഹം പോലും കഴിച്ചിട്ടില്ല, അവർക്ക് 4 സഹോദരങ്ങളുണ്ട്, എന്നിട്ട് വന്നതിന് ഒരു ഉളുപ്പില്ലാതെ വിളിച്ച് പറയുന്നത്. ഇതിന് നിങ്ങൾ എന്തായാലും കുടുങ്ങും. എന്റെ പൊന്നു യക്ഷിപ്രിയെ. നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.